ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിലേ എല്ലാവരുടെയും മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും അമ്മമാർക്കല്ലേ. ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് എന്താ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാനാണെങ്കിലേ പഴം നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇത് വറുത്തെടുക്കണേ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ ചേർക്കണം. എന്നിട്ട് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതും ചേർത്ത് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വറുത്ത് വരണം. ഇതെന്നിട്ട് തണുക്കാൻ വെക്കണേ. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. 2 സ്പൂൺ മൈദയും 1 സ്പൂൺ അരിപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും ശകലം വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ടിയായിട്ട് കലക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ പഴം നിറയ്ക്കാൻ വേണ്ടി ആ പഴം ഒന്ന് ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കണേ. 2 സൈഡും വിട്ടുപോകാതെ ദാണ്ടിത് കണക്ക് വിരൽ വെച്ച് പിച്ചാത്തി വെച്ച് ഒന്ന് പോന്തി കൊടുത്തിട്ട് വിരൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലേ, അത് നന്നായിട്ട് വിരൽ വെച്ച് അമുക്കി ഇതിനകത്ത് വെച്ച് കൊടുക്കണേ. ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ബാറ്റർ തയ്യാറാക്കില്ലേ, അത് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചും കൊടുക്കണേ. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിലും നെയ്യിലും ഒക്കെ വറുത്ത് വരാമേ. കുറച്ച് എണ്ണയും നെയ്യും മതി ഇത് വറുത്ത് വരാൻ വേണ്ടി കേട്ടോ. ഞാൻ നെയ്ക്കകത്താണ് വറുത്ത് വരുന്നത്. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അങ്ങനെ ദാണ്ട് എൻ്റെ പഴം നിറച്ചത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ